ശബരിമല നെയ്യ് അഴിമതി കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സർക്കാർ തീരുമാനിച്ചു. ദേവസ്വം മന്ത്രി കെ മുരളീധരനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വിജിലൻസ് കമ്മീഷൻ ഇന്നല്ലെങ്കിൽ നാളെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കത്തും നൽകും. കത്ത് ലഭിച്ചാൽ ഉടൻ തന്നെ കേസ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. കുറ്റം ചെയ്തവരെ കണ്ടെത്തേണ്ടത് ക്രൈംബ്രാഞ്ചാണെന്നും വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ പണം സംരക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ കർശന നിലപാട് സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങിയതിൽ PS പ്രശാന്തും അജികുമാറും ബോധപൂർവം അഴിമതി നടത്തിയെന്നാണ് FIRൽ പറയുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവും ക്രമക്കേടിന് കൂട്ടുനിന്നു. ടെൻഡറിൽ പങ്കെടുത്ത 3 കമ്പനികളെ ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും FIRൽ തന്നെ പറയുന്നു. കേസിൽ വിജിലൻസ് അന്വേഷണം തുടരുകയാണ്. അരവണ നിർമ്മാണത്തിന് മറ്റ് കമ്പനികളുടെ 10 ലിറ്റർ നെയ്യ് ഉപയോഗിക്കുന്ന സ്ഥാനത്ത് മിൽമയുടേതാണെങ്കിൽ 7.5 ലിറ്റർ മതിയെന്നാണ് മുരാരി ബാബു ശുപാർശ ചെയ്തത്. അത് തെളിയിക്കുന്ന തരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്തി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായ ക്രമക്കേട്. ടെൻഡറിൽ പങ്കെടുത്ത മറ്റ് കമ്പനികൾക്ക് അയോഗ്യത കൽപ്പിക്കുന്നത് എന്തിനാണ് എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടില്ല. അന്നത്തെ ദേവസ്വം ഭരണസമിതിയാണ് ഇതൊന്നും തന്നെ വ്യക്തമാക്കാത്തത്. മിൽമ ടെൻഡറിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അവർക്ക് വിലയിൽ 10% വരെ ഇളവ് നൽകാൻ വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ടെൻഡറിൽ അവർ പങ്കെടുത്തിട്ടുമില്ല. ടെൻഡർ റദ്ദാക്കി മിൽമയിൽ നിന്നും കൂടിയ വിലയ്ക്ക് നെയ്യ് വാങ്ങിയതിൽ ദേവസ്വം ബോർഡിന് 2 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ദേവസ്വം വിജിലൻസും വ്യക്തമാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.